ഹലോ മക്കളെ, അപ്പം SSLC എക്സാം കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ കുറച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ച് അറിയാത്ത ടോപ്പിക്കൊക്കെ പഠിച്ച് മുന്നോട്ട് +1 എങ്ങനെയെന്നൊക്കെ നോക്കി ഈ ഒരു 2 മാസം വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. 2 മാസം നിങ്ങളുടെ കയ്യിൽ വെക്കേഷൻ ഉണ്ട്, അടിച്ച് പൊളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുക. പക്ഷേ ഒരുപാട് നേരം യൂസ് ചെയ്യില്ല, കണ്ണിനൊക്കെ സ്ട്രെയിനാണ്. ഒരു 3-4-5 മണിക്കൂർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. കളിക്കാൻ പോകുന്ന കുട്ടികൾ കളിക്കാൻ പോവുക, പാടത്തോ ടർഫിലോ എവിടെയെങ്കിലും ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാൻ പോവുക. കൈയും കാലൊന്നും മുറിച്ച് വെച്ച് ഇരിക്കരുത്. ഇനി നീന്താൻ പോകുന്ന കുട്ടികൾ നീന്താൻ പോവുക, നീന്താൻ അറിയാവുന്ന കുട്ടികൾ മാത്രം പോവുക. വെള്ളമൊക്കെ വളരെ കുറച്ചുള്ള സ്ഥലങ്ങളിലേ പോകാവൂ, കൂടുതൽ വെള്ളമുള്ള സ്ഥലങ്ങളിലൊന്നും പോകരുത് കേട്ടോ. കാരണം ഡാമൊക്കെ ചിലപ്പോൾ തുറന്നു വിടും, വെള്ളമൊന്നും ഇല്ലാത്ത സമയമൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിയേക്കാം. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടൊന്നും പോകരുത്. പക്ഷെ നീന്താൻ പോകുന്ന കുട്ടികൾ നീന്താൻ പോവുക, കളിക്കാൻ പോകുന്ന കുട്ടികൾ കളിക്കുക, മൊബൈൽ യൂസ് ചെയ്യുന്നവർ മൊബൈൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് 2 മാസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നന്നായിട്ടൊക്കെ ഉറങ്ങി എന്ത് ചെയ്യുക, നല്ല ഫുഡൊക്കെ കഴിച്ച് 2 മാസം മാക്സിമം എന്റർടൈൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. കാരണം ഇനി നമുക്ക് അങ്ങോട്ട് +1 +2 പോകുമ്പോൾ പഠിക്കണം. അതിനുവേണ്ടി മുന്നോട്ടായിട്ട് 2 മാസം മാക്സിമം നിങ്ങളുടെ കയ്യിലുണ്ട്, അടിച്ച് പൊളിക്കുക. 2 മാസം നിങ്ങൾ നന്നായിട്ട് പൊളിക്കുക, നിങ്ങൾ കളിക്കുക. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. കാരണം +1 +2 ഇനി ഉണ്ട്, നമുക്ക് അവിടെ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ച് പൊളിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക. ഓക്കെ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടൊന്നും ചെയ്യില്ല കേട്ടോ, പറഞ്ഞു കേട്ടോ. ഓക്കെ, വീട്ടുകാരെ അറിയാതെ ഒന്നും ചെയ്ത് ഓടുക, അച്ഛനും അമ്മയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. നെക്സ്റ്റ്, നിങ്ങളുടെ വാല്യുവേഷൻ ഈസി ആയിരിക്കുമോ ടഫ് ആയിരിക്കുമോ? നിങ്ങളുടെ വാല്യുവേഷൻ ഭയങ്കര ടഫ് ആയിരിക്കും എന്നാണ് തുടക്കത്തിലൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ വർഷം കൂടി നിങ്ങളുടെ വാല്യുവേഷൻ സാധാരണ നടക്കുന്ന പോലെ മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ ഈസി ലെവലിൽ തന്നെ ആയിരിക്കും. കാരണം ഈ വർഷത്തോടു കൂടി ടെക്സ്റ്റ് ഒക്കെ മാറുകയാണ്. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറും അത്യാവശ്യം എല്ലാം ഈസി ആയിരുന്നു. ഈ വർഷം ടെക്സ്റ്റ് മാറി. നിങ്ങളെ ജൂനിയേഴ്സിനൊന്നും നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കണ്ട. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റിന് വേണ്ടെങ്കിൽ കൊണ്ട് ആക്രിക്കടയിൽ കൊടുക്കുക. സ്ഥിരം ചെയ്യുന്ന പരിപാടി എന്താണോ അതങ്ങ് ചെയ്യുക. ഓക്കെ, കാരണം സിലബസ് മാറിയല്ലോ. അപ്പം നിങ്ങളെ ജൂനിയേഴ്സിനൊക്കെ പുതിയ ടെക്സ്റ്റ് ആണ് വരുന്നത്. അപ്പം നിങ്ങളാണ് ഈ ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്ന ലാസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ എക്സാമിനേഷൻസ് വളരെ ഈസി ആയിരുന്നു. വാല്യുവേഷനും എന്താകാനുള്ള സാധ്യതയാണ് വളരെ ഈസി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എഴുതിയവർക്കൊക്കെ എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എഴുതിയ മാർക്കുകൾ കിട്ടിയില്ലെങ്കിൽ വീണ്ടും റിവാലുവേഷൻ കൊടുക്കാം. ഈ 1st or 2nd വീക്കോ നിങ്ങൾക്ക് എന്ത് വരും, റിസൾട്ട് വരും കേട്ടോ. അപ്പൊ കുട്ടികൾ ആരും പേടിക്കണ്ട. ഈ വർഷവും നിങ്ങളുടെ വാല്യുവേഷൻ എന്തായിരിക്കും, ലിബറൽ തന്നെയായിരിക്കും, ഈസി തന്നെയായിരിക്കും. അങ്ങനെ ടൈറ്റ് ഒന്നും ആവൂല. കാരണം നിങ്ങളാണ് ഈ സിലബസിന്റെ ലാസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട 2 മാസം എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക, അവരോടൊപ്പം ഒന്ന് കളിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫ്രണ്ട്സ് ആയിരിക്കത്തില്ല ഇനി +1 +2 നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നത്. SSLC സ്റ്റുഡൻസ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നിങ്ങൾ എന്ന് നിലനിർത്താൻ ശ്രമിക്കുക. കാരണം +1 +2 പോകുമ്പോൾ സമയമൊന്നും കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഇപ്പോഴൊക്കെ ഒരേ സ്കൂളിലായിരിക്കും. പക്ഷേ +1 +2 പോകുമ്പോൾ നിങ്ങൾ പല സ്കൂളുകളിലായിട്ട് പുതിയ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ മിസ് ചെയ്യും. അപ്പോൾ മാക്സിമം ഇപ്പോൾ അവരുടെ കൂടെയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക. എല്ലാ എൻ്റർടൈൻമെൻറ്റും വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, വട്ടവർ ഇറ്റ് ഈസ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക, ഹെൽത്ത് നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഫൺ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യുക. മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തോ. പക്ഷേ 2 മാസം ഇതെല്ലാം ചെയ്ത് തീർത്തോണം. +1 +2 നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ പോവുക. +1 +2 നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ സബ് സ്ട്രീമുകൾ കുറേ ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ എടുക്കണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ സാർച്ച് ചെയ്ത് തരാം. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇന്ന സ്ട്രീമുകൾ വേണോ വേണ്ടേ നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു അടിപൊളിയായിട്ടുള്ള 2 മാസം വെക്കേഷൻ കിട്ടട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.